അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് പറയാനുള്ളത്, ഇപ്പോൾ 2 ദിവസമായി നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയുണ്ടല്ലോ. മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു നവവധു ആത്മഹത്യ ചെയ്തു, ജീവനൊടുക്കി. അതിന്റെ പിന്നിൽ ഒരുപാട് കാരണങ്ങൾ പറയുന്നുണ്ട്. അതിന്റെ നിയമങ്ങൾ അതേ രൂപത്തിൽ തന്നെ നടക്കട്ടെ. നമുക്കിപ്പോ അവരുടെ കുടുംബത്തിൽ നമുക്ക് കൈകടത്തേണ്ട കാര്യമില്ല, അതുപോലെ തന്നെ അതിന്റെ നിയമ വ്യവസ്ഥയിൽ നമുക്ക് കൈകടത്തേണ്ട കാര്യമില്ല. പക്ഷേ ഈ ഒരു വിഷയത്തിൽ പരിശുദ്ധമായ ഇസ്ലാമിന് ചില കാര്യങ്ങൾ പറയാനുണ്ട്, ദീനിന് ചില കാര്യങ്ങൾ പറയാനുണ്ട്, ചില ആളുകളോട് ചിലത് പഠിപ്പിക്കാനുണ്ട്, ചില ആളുകളോട് ചിലത് പറഞ്ഞ് മനസ്സിലാക്കിക്കാനുണ്ട്. അതാണ് ഇൻഷാ അള്ളാഹ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കുന്നത്. അവസാനം വരെ എല്ലാ ആളുകളും കാണണം. കഴിഞ്ഞ മെയ് മാസത്തിലാണ് ഇവരുടെ കല്യാണം കഴിഞ്ഞതെന്നാണ്. അപ്പോൾ ഒരുമിച്ച് ഇവർ ഡ്രസ്സ് എടുക്കാൻ പോയി. അപ്പോഴൊന്നും എനിക്ക് കുഴപ്പമില്ല. അതുപോലെ തന്നെ 2-3 പ്രാവശ്യം കണ്ടു എന്നാണ്. അതായത് കണ്ടു എന്ന് പറഞ്ഞാൽ ഇവർ ഇപ്പൊ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഒന്ന് ഇപ്പൊ ഇന്നത്തെ കാലത്ത് കാണലുണ്ടല്ലോ, ചിലപ്പോൾ വീട്ടിൽ പോയി കാണും അല്ലെ, അങ്ങനെ കണ്ടു. അപ്പോഴൊന്നും എനിക്ക് പ്രശ്നമില്ല. 20 ദിവസം ഒന്നിച്ച് താമസിച്ചു, അപ്പോഴും എനിക്ക് പ്രശ്നമില്ല. ഇയാൾ ഗൾഫിലേക്ക് പോയിട്ട് അവിടെ വെച്ചാണ് പ്രശ്നമുണ്ടായത്. അവിടെ വെച്ച് ഇങ്ങനെ ഫോണിലൂടെ വിളിച്ച് നിരന്തരം ഇങ്ങനെ നിറം കുറവാണ്, ഇംഗ്ലീഷ് അറിയില്ല. ഇതെന്ത് നാണക്കേടാണോ? പുറത്തു പറയാൻ കൊള്ളുന്ന വല്ല കാരണമാണോ ഇത്? അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. എന്തൊരു കഠിനമായ മനസ്സാണ്, എന്തൊരു കഠിനമായ മനസ്സാണ്. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെയുള്ള കേസുകളിൽ ഭർത്താക്കന്മാരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ വിഷമിപ്പിക്കുന്ന, സങ്കടപ്പെടുത്തുന്ന ഓരോ വാക്കുകൾ വരുമ്പോൾ ആ ഭാര്യമാർ എത്രത്തോളം, ആ സഹോദരിമാർ എത്രത്തോളം വിഷമിച്ചിട്ടുണ്ടാകും, എത്രമാത്രം സങ്കടപ്പെട്ടിട്ടുണ്ടാകും. ആ ഓരോ കണ്ണുനീർ തുള്ളിക്ക് പകരം അള്ളാഹു എണ്ണി എണ്ണി ചോദിക്കൂലേ? ഞാൻ ആദ്യമായി പറയട്ടെ എൻ്റെ ഭർത്താക്കന്മാരോട്, എൻ്റെ ഭർത്താക്കന്മാർ ഇങ്ങനെ ഭാര്യമാരെ വിഷമിപ്പിക്കുന്ന, സങ്കടപ്പെടുത്തുന്ന, അതെന്തിന്റെ പേരിലാവട്ടെ, നിറത്തിന്റെ പേരിലാവട്ടെ, അല്ലെങ്കിൽ പാചകത്തിന്റെ പേരിലാവട്ടെ, അല്ലെങ്കിൽ അവർക്കുള്ള എന്തെങ്കിലും ഒരു ന്യൂനത. ഇപ്പൊ ആരാണോ തികഞ്ഞത്? ആരാണ് ഇവിടെ എല്ലാം തികഞ്ഞത്? അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭർത്താക്കന്മാരോട് വളരെയധികം ശക്തിയായ അസ്സൗജു മുഅദ്ദബുൻ, ഒരു പുരുഷൻ അവൻ ശിക്ഷിക്കപ്പെടും. അവൻ എവിടെ ശിക്ഷിക്കപ്പെടും? ആഖിറത്തിൽ മാത്രമെന്ന് നബി തങ്ങൾ പറഞ്ഞില്ല, ഈ ദുനിയാവിൽ വെച്ച് തന്നെ അല്ലാഹു തആല അവനിക്ക് ശിക്ഷ കൊടുക്കും. അസ്സൗജു മുഅദ്ദബുൻ ലിബുഖാഇ സൗജതിഹി അലൈഹി, ഇവൻ കാരണം, ഇവൻ മഹർ കൊടുത്ത് കെട്ടിക്കൊണ്ടുവന്ന പെണ്ണ് കരയാൻ കാരണമായാൽ, അതവൾ നിറത്തിന്റെ പേര് പറഞ്ഞാവട്ടെ, ചിലപ്പോൾ വണ്ണം കൂടി നീ എന്തൊരു തടിച്ചിയാണെന്ന് പറഞ്ഞിട്ടാവട്ടെ, അല്ലെങ്കിൽ ഇപ്പോ എന്താണ് പൊക്കം കുറഞ്ഞിട്ട് നീ എന്ത് പൊക്കം കുറഞ്ഞവരാണ്, കുള്ളത്തിയാണ് എന്ന് പറഞ്ഞിട്ടാവട്ടെ, അല്ലെങ്കിൽ അവളുടെ എന്തെങ്കിലും ഒരു സ്വഭാവം, ചിലപ്പോ കുറച്ച് ഭക്ഷണം കൂടുതൽ കഴിക്കുന്നതാവാം, അല്ലെങ്കിൽ ഉറക്കം ചിലപ്പോൾ കൂടിപ്പോയതാവാം. അങ്ങനെ എല്ലാവർക്കും ഇല്ലേ ന്യൂനതകൾ? ഈ പറയുന്ന എനിക്കില്ലേ, നിങ്ങൾക്കില്ലേ? അപ്പൊ നമ്മുടെയൊക്കെ ഭാര്യമാർക്കുള്ള ന്യൂനതകൾ അത് എടുത്തു പറഞ്ഞിട്ട് അവരെ ഇങ്ങനെ വിഷമിപ്പിച്ച് സങ്കടപ്പെടുത്തുന്ന സമയത്ത് ഇവിടെ റസൂലുള്ള പറഞ്ഞത് അസ്സൗജു മുഅദ്ദബുൻ, പുരുഷന്മാരെ, ഭർത്താക്കന്മാരെ, നിങ്ങൾ ശിക്ഷിക്കപ്പെടും. ആഖിറത്തിൽ മാത്രമല്ല ദുനിയാവിലും അല്ലാഹു തആലയിട്ട് നല്ല 8ന്റെ പണി തരും. ഓർത്തു വെച്ച് 8ന്റെ പണി തരും പടച്ചോൻ. കാരണം നമ്മുടെ ഭാര്യ കരയാൻ കാരണമായാൽ, നമ്മുടെ ആശ്രിതർ, നമ്മുടെ ഉമ്മ, നമ്മുടെ വാപ്പ നാം കാരണം കരയാൻ കാരണമായാൽ, നമ്മുടെ ദുസ്വഭാവം കൊണ്ട്, നമ്മുടെ നാവ് കൊണ്ട് പറഞ്ഞത് കാരണം നമ്മുടെ ഉമ്മയോ വാപ്പയോ നമ്മുടെ ഭാര്യയൊക്കെ കരയാൻ കാരണമായ മുഅദ്ദബുൻ, നമ്മൾ ശിക്ഷിക്കപ്പെടും, ഉറപ്പാണ്. അള്ളാഹു വെച്ചിട്ടുണ്ടോ? പടച്ചോൻ കാണുന്നില്ല ഇതൊക്കെ? ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിപാവനമായ പരിശുദ്ധമായ റജബ് മാസത്തിന്റെ 3ാമത്തെ വെള്ളിയാഴ്ച രാവിലാണ് നമ്മളെല്ലാവരെയും ഒരുമിച്ച് ചേർത്തിട്ടുള്ളത്. നാളെ 3ാമത്തെ വെള്ളിയാഴ്ച പകലാണ്. അൽഹംദുലില്ലാ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും, അതിന്റെ പോരായ്മകൾ, അതിന്റെ കുറവുകളൊക്കെ പരിഹരിച്ച് നമ്മളിൽ നിന്നും ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ റജബ് മാസത്തിന്റെ എല്ലാ ബറക്കത്തും അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. നമുക്ക് അല്ലാഹു തആല ഈമാനും ഇസ്തിഖാമത്തും ഹിദായത്തും അല്ലാഹു ഏറ്റമേറ്റം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ളവരെ, ഇന്നും ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെയായി നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ കണ്ടവരാണ്, അറിഞ്ഞവരാണ്, വായിച്ചവരാണ്, മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് നവവധു ജീവനൊടുക്കി ആത്മഹത്യ ചെയ്തു. നിറത്തിന്റെ പേരിൽ കളിയാക്കി, അവഹേളിച്ചു, ഇംഗ്ലീഷ് ഭാഷ അറിയില്ല എന്ന് പറഞ്ഞ് പരിഹസിച്ചു. അതിന്റെ പേരിൽ ആ നവവധു എന്ത് ചെയ്തു? ആത്മഹത്യ ചെയ്തു. ഈ ഒരു വാർത്ത നമ്മൾ എല്ലാവരും കണ്ടതാണ്. ഇതിന്റെ
കൂടുതൽ വിശദ വിവരങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയല്ല നമ്മൾ ഈ ഒരു വീഡിയോ പറയുന്നത്. ആദ്യം തന്നെ അത് മനസ്സിലാക്കുക. ആ കുടുംബക്കാര് അത് രണ്ട് കുടുംബക്കാരെയും എടുത്ത് അവരെ ഒന്ന് ചർച്ച ചെയ്യാനോ അല്ലെങ്കിൽ അവര് ആര് ചെയ്തതാണ് ശരി അല്ലെങ്കിൽ ആരുടെ അടുക്കലാണ് ന്യായം അങ്ങനെ ഒന്നുമല്ല തൽക്കാലം നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അത് അതിന്റെ നിയമ വഴിക്ക് നടക്കട്ടെ. നമ്മളതിലിപ്പോ നിയമം കൈകടത്താനൊന്നും നമുക്ക് താല്പര്യമില്ല, നമ്മൾ അങ്ങോട്ട് കടക്കുന്നില്ല. പക്ഷേ ഈ ഒരു വിഷയത്തിൽ പരിശുദ്ധമായ ഇസ്ലാമിന് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അത് ഗൗരവമുള്ള കാര്യങ്ങളാണ്. അതെന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, എന്നെ കേൾക്കുന്ന നമ്മുടെ ചാനൽ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾക്ക്, സഹോദരിമാർക്ക്, സഹോദരങ്ങൾക്ക് ഇൻഷാ അള്ളാഹ് ഞാൻ പറഞ്ഞു തരുകയാണ്. ആദ്യം തന്നെ ആ ഒരു പെൺകുട്ടി മരണപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ദുആ ചെയ്യുകയാണ്. കാരണം അള്ളാഹു ആണ് നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ പുറത്തു തരുന്നത്. പടച്ചവനാണ് നമ്മൾ ചെയ്യുന്ന നന്മകൾ സ്വീകരിക്കുന്നത്. ആർക്കാണ് പടച്ചവൻ അവസാന സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാനോ അല്ലെങ്കിൽ ഹിദായത്ത് കൊടുക്കുവാനോ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നൊന്നും നമുക്കറിയില്ല. അള്ളാഹു തആല ഉദ്ദേശിച്ച എല്ലാവർക്കും ഹിദായത്ത് കൊടുക്കും. അള്ളാഹു തആല നമുക്കും നമ്മളോട് ബന്ധപ്പെട്ടവർക്കും മരണപ്പെട്ടുപോയ, പ്രത്യേകിച്ച് ആ ഒരു വിഷയത്തിൽ മരണപ്പെട്ട ആ സഹോദരി ഉൾപ്പെടെ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ വേർപാടിൽ വിഷമിക്കുന്ന സങ്കടപ്പെടുന്ന അവിടുത്തെ പ്രിയപ്പെട്ട മാതാപിതാക്കളുണ്ട്, കുടുംബാദികളുണ്ട്. അള്ളാഹു തആല സഹോദരിയുടെ കുടുംബാദികൾ എല്ലാവർക്കും അള്ളാഹു തആല വിഷമിക്കുന്നവർക്ക്, സങ്കടപ്പെടുന്നവർക്ക് പരിപൂർണമായ സമാധാനം കൊടുക്കട്ടെ. ഇരുലോകത്തും അള്ളാഹു തആല അവർക്ക് ഖൈറ് കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആദ്യം തന്നെ ദുആ ചെയ്യുകയാണ്. ഈ ഒരു സംഭവത്തിൽ നമുക്ക് ചില കാര്യങ്ങൾ പഠിക്കാനുണ്ട്, പഠിപ്പിക്കാനുണ്ട്. മാത്രമല്ല ഇങ്ങനെ ഒരു സാഹചര്യം നമ്മുടെയൊക്കെ കുടുംബത്തിൽ ഉണ്ടാവാതിരിക്കാൻ ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇനി എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് പറയാനുള്ളത്, ഈ ഒരു അവസ്ഥ വരാൻ കാരണം എന്താണ്? ഈ ഒരു അവസ്ഥ വരാൻ കാരണം എന്താണ്? ഒരു അഡ്വക്കേറ്റ് എന്നോട് പറഞ്ഞ ഒരു കാര്യം ഞാൻ പലപ്പോഴും എൻ്റെ പ്രസംഗത്തിലും അതുപോലെ ക്ലാസ്സിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു അഡ്വക്കേറ്റായ ഒരു സഹോദരൻ എന്നോട് പറഞ്ഞത്, ഉസ്താദേ, നമ്മുടെ സമൂഹത്തിൽ ഇല്ലാതിരുന്നു, പക്ഷെ ഇപ്പൊ ഒരുപാട് കൂടിക്കൊണ്ടുവരുന്ന 4 കാര്യമുണ്ട്. ഒന്ന്, വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി മാതാപിതാക്കളെ തള്ളുക. അത് നമ്മുടെ സമുദായത്തിൽ കുറവായിരുന്നു, ഇപ്പൊ കൂടി വരികയാണ്. അതുപോലെ തന്നെ ലഹരിയുടെ ഉപയോഗം. പണ്ടുകൊണ്ട് ലഹരി ഉപയോഗിക്കുന്നവരുണ്ട്, പക്ഷെ ഈ ഒരു കാലഘട്ടത്തിൽ ലഹരി ഉപയോഗിക്കുന്നവർ മാത്രമല്ല, അത് ഉൽപ്പാദിപ്പിക്കുന്നവരും അത് വിറ്റഴിച്ച് അതിന്റെ പൈസ ഒരുപാട് ലാഭം, കൊള്ളലാഭം ഉണ്ടാക്കുന്ന, ലാഭവും കൊള്ളലാഭവും ഒക്കെ ഉണ്ടാക്കുന്ന ആളുകൾ കൂടി വരുന്നത് നമ്മുടെ സമുദായത്തിലാണ്. മൂന്നാമത്തേത് ത്വലാഖ്. കുടുംബ കോടതികളിൽ നിന്ന് മുസ്ലിം കുടുംബങ്ങളുടെ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് അവസാനം അവർക്ക് ടൈമില്ല. കുടുംബ കോടതികളിൽ മുസ്ലിമീങ്ങളുടെ ഒരുപാട് കേസുകൾ വരികയാണ്. അതുപോലെ തന്നെ 4-മതായി പറഞ്ഞത് ആത്മഹത്യയാണ്. ഇന്ന് നമ്മുടെ സമുദായത്തിൽ കൂടി വരികയാണ്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട്, പ്രിയപ്പെട്ട എൻ്റെ സഹോദരിമാരോട്, സഹോദരങ്ങളോട് പറയട്ടെ, ആർക്കാണ് ഇവിടെ പ്രശ്നമില്ലാത്തത്? ഇവിടെ ആർക്കാ പ്രശ്നമില്ലാത്തത്? ഓരോ ആളുകൾക്കും കടങ്ങളാണ്, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കടങ്ങളുണ്ട്. എത്രയോ ആളുകൾക്ക് ലോൺ അടക്കാൻ പറ്റാതെ അവരൊക്കെ വിഷമിച്ചിട്ട് വീട് ജപ്തിയായ ആളുകളുണ്ട്. എത്രയോ ആളുകൾ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടി മാറി ഓരോ അസുഖങ്ങൾ വരികയാണ്. പലർക്കും പല വിഷമങ്ങളാണ്. ജോലിയില്ലാത്തവർ, വീടില്ലാത്തവർ, മക്കളില്ലാത്തവർ, അതുപോലെ തന്നെ കുടുംബത്തിൽ പ്രശ്നമുള്ള, ഇങ്ങനെ എത്രയോ വിഷമങ്ങളും സങ്കടങ്ങളും നമ്മുടെ ചുറ്റുപാടും നമ്മളൊന്ന് നോക്കിയാൽ ഓരോരുത്തർക്കുമുണ്ട്. ഈ പറയുന്ന എനിക്കുമുണ്ട് പ്രശ്നങ്ങൾ, നിങ്ങൾക്കുമുണ്ട് പ്രശ്നങ്ങൾ, അല്ലെ? അള്ളാഹു നമ്മുടെയൊക്കെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും മാറ്റി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ വിഷയത്തിൽ നമ്മൾ പറയുമ്പോൾ ആ സഹോദരിയോട് അവരുടെ കുടുംബക്കാര് പറഞ്ഞത്, ആ ഭർത്താവിന്റെ കുടുംബക്കാര്, ഇത് വാർത്തയിൽ വന്നതാണ് കേട്ടോ, ഞാൻ എൻ്റെ വകയായിട്ട് പറയുന്നതല്ല, ഇതൊക്കെ നമ്മൾ പത്രമാധ്യമങ്ങളിൽ വായിച്ചതാണ്. അത് ഞാൻ നിങ്ങളോടൊന്ന് റിപ്പീറ്റ് ചെയ്ത് പറയുന്നു മാത്രം. ആ സഹോദരിയുടെ ഭർത്താവിന്റെ വീട്ടുകാര് നിറം കുറവാണ്, അതുപോലെ എന്താ ഇംഗ്ലീഷ് ഭാഷ അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആക്ഷേപിച്ചു എന്നാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. അതിനെപ്പറ്റി എന്താ നമുക്ക് പറയാൻ പറ്റുക, അല്ലെ? നിറം കുറവാണെന്ന് ആ സഹോദരിയുടെ ബന്ധുമിത്രാദികൾ പറയുന്നത്, ഒരുപക്ഷെ അവൾക്ക് നിറം കുറവാണെങ്കിലും വെളുത്ത ഒരു മനസ്സുണ്ടെന്നാണ്. അവരുടെ തൊലി കറുത്തതാണെങ്കിലും അവൾക്ക് വെളുത്തൊരു മനസ്സുണ്ട്, നല്ല സ്വഭാവമുള്ള പെൺകുട്ടിയാണ് എന്നൊക്കെ അവരുടെ ബന്ധുമിത്രാദികൾ ഇങ്ങനെ പറയുകയാണ്. പലപ്പോഴും ഇവർ ഈ ഒരു ബന്ധത്തിൽ നിന്നും ആ പെൺകുട്ടിയോട് സ്വയം ഒഴിഞ്ഞു പോകണം എന്നൊക്കെ ഭർത്താവിന്റെ ബന്ധുക്കൾ പറഞ്ഞപ്പോ ആ സഹോദരി അവരുടെ കാല് പിടിച്ചു എന്നാണ്. എന്നെ ഒഴിവാക്കല്ലേ എന്ന് പറഞ്ഞ് കാല് പിടിച്ചു എന്ന്. ഈ വിഷയത്തിൽ നമുക്ക് എന്താണ് പറയേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്ന് അറിയില്ലാത്തൊരു സാഹചര്യം പലപ്പോഴും നമ്മുടെ മുന്നിൽ വരാറുണ്ട്. ഞാൻ ആദ്യമായി പറയട്ടെ എൻ്റെ ഭർത്താക്കന്മാർ ഇങ്ങനെ ഭാര്യമാരെ വിഷമിപ്പിക്കുന്ന, സങ്കടപ്പെടുത്തുന്ന, അതെന്തിന്റെ പേരിലാവട്ടെ, നിറത്തിന്റെ പേരിലാവട്ടെ, അല്ലെങ്കിൽ പാചകത്തിന്റെ പേരിലാവട്ടെ, അല്ലെങ്കിൽ അവർക്കുള്ള എന്തെങ്കിലും ഒരു ന്യൂനത. ഇപ്പൊ ആരാണോ തികഞ്ഞത്? ആരാണ് ഇവിടെ എല്ലാം തികഞ്ഞത്?
അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭർത്താക്കന്മാരോട് വളരെയധികം ശക്തിയായ അസ്സൗജു മുഅദ്ദബുൻ, ഒരു പുരുഷൻ അവൻ ശിക്ഷിക്കപ്പെടും. അവൻ എവിടെ ശിക്ഷിക്കപ്പെടും? ആഖിറത്തിൽ മാത്രമെന്ന് നബി തങ്ങൾ പറഞ്ഞില്ല, ഈ ദുനിയാവിൽ വെച്ച് തന്നെ അല്ലാഹു തആല അവനിക്ക് ശിക്ഷ കൊടുക്കും. അസ്സൗജു മുഅദ്ദബുൻ ലിബുഖാഇ സൗജതിഹി അലൈഹി, ഇവൻ കാരണം, ഇവൻ മഹർ കൊടുത്ത് കെട്ടിക്കൊണ്ടുവന്ന പെണ്ണ് കരയാൻ കാരണമായാൽ, അതവൾ നിറത്തിന്റെ പേര് പറഞ്ഞാവട്ടെ, ചിലപ്പോ വണ്ണം കൂടി നീ എന്തൊരു തടിച്ചിയാണെന്ന് പറഞ്ഞിട്ടാവട്ടെ, അല്ലെങ്കിൽ ഇപ്പോ എന്താണ് പൊക്കം കുറഞ്ഞിട്ട് നീ എന്ത് പൊക്കം കുറഞ്ഞവരാണ്, കുള്ളത്തിയാണ് എന്ന് പറഞ്ഞിട്ടാവട്ടെ, അല്ലെങ്കിൽ അവളുടെ എന്തെങ്കിലും ഒരു സ്വഭാവം, ചിലപ്പോ കുറച്ച് ഭക്ഷണം കൂടുതൽ കഴിക്കുന്നതാവാം, അല്ലെങ്കിൽ ഉറക്കം ചിലപ്പോ കൂടിപ്പോയതാവാം, അങ്ങനെ എല്ലാവർക്കും ഇല്ലേ ന്യൂനതകൾ? ഈ പറയുന്ന എനിക്കില്ലേ, നിങ്ങൾക്കില്ലേ? അപ്പൊ നമ്മുടെയൊക്കെ ഭാര്യമാർക്കുള്ള ന്യൂനതകൾ അത് എടുത്തു പറഞ്ഞിട്ട് അവരെ ഇങ്ങനെ വിഷമിപ്പിച്ച് സങ്കടപ്പെടുത്തുന്ന സമയത്ത് ഇവിടെ റസൂലുള്ള പറഞ്ഞത് അസ്സൗജു മുഅദ്ദബുൻ, പുരുഷന്മാരെ, ഭർത്താക്കന്മാരെ, നിങ്ങൾ ശിക്ഷിക്കപ്പെടും. ആഖിറത്തിൽ മാത്രമല്ല ദുനിയാവിലും അല്ലാഹു തആല ഇട്ട് നല്ല 8ന്റെ പണി തരും. ഓർത്തു വെച്ച് 8ന്റെ പണി തരും പടച്ചോൻ. കാരണം നാം കാരണം നമ്മുടെ ഭാര്യ കരയാൻ കാരണമായാൽ, നമ്മുടെ ആശ്രിതർ, നമ്മുടെ ഉമ്മ, നമ്മുടെ വാപ്പ നാം കാരണം കരയാൻ കാരണമായാൽ, നമ്മുടെ ദുസ്വഭാവം കൊണ്ട്, നമ്മുടെ നാവ് കൊണ്ട് പറഞ്ഞത് കാരണം നമ്മുടെ ഉമ്മയോ വാപ്പയോ നമ്മുടെ ഭാര്യയൊക്കെ കരയാൻ കാരണമായാൽ മുഅദ്ദബുൻ, നമ്മൾ ശിക്ഷിക്കപ്പെടും, ഉറപ്പാണ്. അള്ളാഹു വെച്ചിട്ടുണ്ടോ? പടച്ചോൻ കാണുന്നില്ല ഇതൊക്കെ, അല്ലേ? പടച്ചോൻ കാണും. നമ്മളിപ്പോ ഈ നിയമത്തിന്റെ മുന്നിൽ എന്ത് തോന്നിയാസം പറഞ്ഞ്, ഇപ്പോ ഇവിടെ കോടതികൾക്ക് വേണ്ടത് എന്താണ്? തെളിവുകളാണ് വേണ്ടത്, അല്ലെ? സത്യമാവട്ടെ അസത്യമാവട്ടെ അതൊന്നുമല്ല, തെളിവുകൾ മതി. അവിടെ കേസ് ജയിക്കും. പക്ഷെ അള്ളാഹിന്റെ മുന്നിൽ അത് വളരെയധികം അള്ളാഹു തആല പിടിച്ച് ശിക്ഷിക്കുക തന്നെ ചെയ്യും. ഭർത്താക്കന്മാരെ, നമ്മൾ മഹർ കൊടുത്ത് കെട്ടിക്കൊണ്ടുവന്ന പെണ്ണ്, ഇപ്പൊ ഇവിടെ ഈ കേസിൽ പറയുന്നത് കഴിഞ്ഞ മെയ് മാസത്തിലാണ് ഇവിടെ കല്യാണം കഴിഞ്ഞതെന്നാണ്. അപ്പോ ഒരുമിച്ച് ഇവർ ഡ്രസ്സ് എടുക്കാൻ പോയി. അപ്പോഴൊന്നും എനിക്ക് കുഴപ്പമില്ല. അതുപോലെ തന്നെ 2-3 പ്രാവശ്യം കണ്ടു എന്നാണ്. അതായത് കണ്ടു എന്ന് പറഞ്ഞാൽ ഇവർ ഇപ്പൊ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഒന്ന് ഇപ്പൊ ഇന്നത്തെ കാലത്ത് കാണലുണ്ടല്ലോ, ചിലപ്പോൾ വീട്ടിൽ പോയി കാണും, അല്ലെ? അങ്ങനെ കണ്ടു, അപ്പോഴൊന്നും എനിക്ക് പ്രശ്നമില്ല. 20 ദിവസം ഒന്നിച്ച് താമസിച്ചു, അപ്പോഴും എനിക്ക് പ്രശ്നമില്ല. ഇയാൾ ഗൾഫിലേക്ക് പോയിട്ട് അവിടെ വെച്ചാണ് പ്രശ്നമുണ്ടായത്. അവിടെ വെച്ച് ഇങ്ങനെ ഫോണിലൂടെ വിളിച്ച് നിരന്തരം ഇങ്ങനെ നിറം കുറവാണ്, ഇംഗ്ലീഷ് അറിയില്ല. എന്ത് നാണക്കേടാണോ? പുറത്തു പറയാൻ കൊള്ളുന്ന വല്ല കാരണമാണോ ഇത്? അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. എന്തൊരു കഠിനമായ മനസ്സാണ്, എന്തൊരു കഠിനമായ മനസ്സാണ്. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെയുള്ള കേസുകളിൽ ഭർത്താക്കന്മാരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ വിഷമിപ്പിക്കുന്ന, സങ്കടപ്പെടുത്തുന്ന ഓരോ വാക്കുകൾ വരുമ്പോൾ ആ ഭാര്യമാർ എത്രത്തോളം, ആ സഹോദരിമാർ എത്രത്തോളം വിഷമിച്ചിട്ടുണ്ടാകും, എത്രമാത്രം സങ്കടപ്പെട്ടിട്ടുണ്ടാകും. ആ ഓരോ കണ്ണുനീർ തുള്ളിക്ക് പകരം അള്ളാഹു എണ്ണി ചോദിക്കൂലേ? പടച്ചോൻ എണ്ണി ചോദിക്കൂലേ? ഇപ്പോ എന്തെങ്കിലും ഇപ്പോ ഭർത്താവ് പറയുന്നത് കേൾക്കുന്നില്ല, അല്ലെങ്കിൽ അവൾ മോശപ്പെട്ട പ്രവൃത്തി ചെയ്യുന്നു, അല്ലെങ്കിൽ അവൾക്ക് അവള് ധിക്കാര മനോഭാവമുണ്ട്, അങ്ങനെ എന്തെങ്കിലും നമുക്കിപ്പോ പൊറുക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അവിടെ നമുക്ക് ന്യായമുണ്ട്. പക്ഷെ ഇതെന്താ നിറം? ഈ നിറം ആരാ കൊടുത്തത്? ഈ നിറം ആരാ കൊടുത്തത്? പടച്ചോനല്ലേ? ശുദ്ധമായ ഖുർആനിൽ തന്നെ പറഞ്ഞല്ലോ, അല്ലെ? അല്ലാഹു തആല പറഞ്ഞിട്ടില്ലേ, നിറത്തിൽ എന്തുണ്ടോ? ഇങ്ങനെ എത്രയോ കേസുകൾ, ഇതുപോലെ എത്രയോ കേസുകൾ. ഇത് ആദ്യത്തെ കേസൊന്നുമല്ല, ഇതിനു മുമ്പും നടന്നിട്ടുണ്ട്. ഇനി ഉണ്ടാവരുത്, അങ്ങനെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്റെ കുടുംബത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ ഇത് ഉണ്ടാവാൻ പാടില്ല. ഒരാൾ കല്യാണം കഴിക്കുമ്പോൾ പെട്ടെന്ന് പോയി അങ്ങോട്ട് കെട്ടണമെന്നൊന്നും പടച്ചോൻ പറയുന്നില്ലല്ലോ, ഇസ്ലാം പറയുന്നില്ല. പോയി കണ്ട് ഇഷ്ടപ്പെട്ട് 1-2 പ്രാവശ്യമൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് തൃപ്തിയാണെങ്കിൽ മാത്രം കല്യാണം കഴിച്ചാൽ മതി. ആരെപ്പോഴും നിർബന്ധിക്കണേ? ആരോട് നിർബന്ധിക്കണേ? പരസ്പരം ഇഷ്ടമുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് പറയാൻ വളരെ ശക്തിയായി പറയാനുള്ളത്, ഉമ്മയും വാപ്പയും നിർബന്ധിച്ചിട്ടല്ല കല്യാണം കഴിപ്പിക്കേണ്ടത്. അങ്ങനെ ചില രക്ഷിതാക്കളുണ്ട്, നീ കെട്ടിക്കോ, എന്തിട്ട് കെട്ടിക്കോ, അവനിക്ക് ഇഷ്ടമല്ലെങ്കിൽ വേണ്ടടോ, അല്ലെങ്കിൽ അവൾക്ക് ഇഷ്ടമല്ലെങ്കിൽ വേണ്ടടോ, നിങ്ങൾ ഈ കെട്ടിക്കോ എന്ന് പറഞ്ഞ് അവരെങ്ങനെ ഇടങ്ങേറാക്കരുത്. അവർക്ക് താല്പര്യമില്ല, പെണ്ണിന് താല്പര്യമില്ല, അല്ലെങ്കിൽ ചെറുക്കിന് താല്പര്യമില്ല, അത് മതി. ആരാ പറഞ്ഞത്? രക്ഷിതാക്കളോട് അങ്ങനെ ചെയ്യാൻ ആരാ പറഞ്ഞു? ഇസ്ലാം പറഞ്ഞോ? അല്ലെ? ഒരു മൗന അനുവാദം വേണമെന്നാണ്. ഒരു പെണ്ണ്, കന്യകയായ പെണ്ണ്, അവളോട് ചോദിക്കുന്നു, മോളെ ഇന്നാലിന്റെ വിവാഹം ആലോചന വന്നിട്ടുണ്ട്, മോളെ അത് ഉറപ്പിക്കട്ടെ. ഒന്നുകിൽ അവൾ നാവ് കൊണ്ട് പറയുന്നു, എനിക്ക് ഇഷ്ടമാണ്, ആയിക്കോട്ടെ. അല്ലെങ്കിൽ അവളൊന്നും മിണ്ടുന്നില്ല, മൗന അനുവാദം എന്നതിന് പറയും, ഒന്നും മിണ്ടുന്നില്ല എങ്കിൽ അത് നമുക്ക് അനുവാദമാണ്. പക്ഷെ അവൾ പറയുന്നു, എനിക്കത് വേണ്ട, എനിക്ക് ഇഷ്ടമാകുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അവൾ വേണ്ട, നിർബന്ധിക്കരുതെന്നല്ലേ? നമ്മുടെ മകൻ കല്യാണം കഴിച്ചു വീട്ടിലേക്ക് കൊണ്ടുവരുന്ന പെണ്ണ്, അവൾ ആരാണ്? സ്വന്തം മകളാണ്, മരുമോളല്ല, സ്വന്തം മകളാണ്. അങ്ങനെ സ്വന്തം മകളായി കണ്ടിരുന്നു എങ്കിൽ ഓരോ
ഭർത്താവിന്റെ ഉമ്മയും വാപ്പയും ഇത് സ്വന്തം മകളാണെന്ന് മരുമക്കളെ കണ്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഓരോ കുടുംബത്തിനും വരില്ലായിരുന്നു. ഓരോ ഉമ്മമാരും ശ്രദ്ധിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്, എന്റെ മകൾ ഇതുപോലെ ഒരു മരുമോളായി മറ്റൊരു വീട്ടിലുണ്ട്. ഇപ്പോ ഇന്ന് ഞാൻ എൻ്റെ മരുമോളെ നിറത്തിന്റെ പേരിൽ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും ഒരു കാരണത്തിന്റെ പേരിൽ അവച്ചൊരു ഉറക്കം കൂടുതലാണ്, അല്ലെങ്കിൽ അവർക്ക് പാചകം അറിയില്ല, ആ കാരണത്തിന്റെ പേരിൽ അവളെ വിഷമിപ്പിക്കുകയാണ് അല്ലെങ്കിൽ സങ്കടപ്പെടുത്തുകയാണെങ്കിൽ എൻ്റെ മകളും ഒരു വീട്ടിൽ മരുമോളാണ്. അവൾക്ക് ചിലപ്പോൾ പാചകം അറിയാമായിരിക്കാം, അവൾക്ക് എല്ലാം തികഞ്ഞവളായിരിക്കാം. പക്ഷെ അള്ളാഹു അല്ലേ അവൻ തന്ത്രജ്ഞാനിയാണ്. നമ്മൾ നമ്മുടെ മരുമോളെ വിഷമിപ്പിക്കുന്നത് പോലെ നിങ്ങളുടെ മകളെയും അള്ളാഹു തആലക്ക് വിഷമിപ്പിക്കാൻ മറ്റൊരു കുടുംബത്തിൽ അവർക്കും വേദന കൊടുക്കാൻ അള്ളാഹ്ക്ക് നിസാര സമയം മതി. അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടി വേണം ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ. പിന്നെ ഞാൻ പറയട്ടെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോടാണ് ഇനി എനിക്ക് പറയാനുള്ളത്. ജീവിതം എന്ന് പറഞ്ഞാൽ അത് കുടുംബജീവിതം എന്ന് മാത്രമല്ല, നമ്മുടെ ജീവിതം, നമ്മുടെ ഈ ദുനിയാവിലുള്ള ഹയാത്ത് അത് സുഖ ദുഃഖ സമ്മിശ്രമാണ്. എപ്പോഴും സുഖവും രസവും ഈ റീല് കണ്ടിട്ട് സുഖിക്കുന്നവരുണ്ട്. ഇതുപോലെ ആയിരിക്കില്ല റിയൽ ലൈഫ്. റിയൽ ലൈഫ് ഭയങ്കര സുഖമായിരിക്കും കണ്ടിരിക്കാൻ, അത് ആസ്വദിക്കാൻ. ഭയങ്കര സ്നേഹം. കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്, മണ്ണാങ്കട്ടെ എന്താ പറയണ്ടേ, കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്, നല്ല സുഖമാണ്. എവിടെ? റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ എത്രയോ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അത് സ്വാഭാവികമാണ്. കുടുംബത്തിൽ പ്രശ്നമുണ്ടാകും, സങ്കടമുണ്ടാകും. അതൊക്കെ തരണം ചെയ്ത് അതൊക്കെ പരിഹരിച്ചു മുന്നോട്ട് പോകുമ്പോഴാണ് റിയൽ ലൈഫായി നല്ല ജീവിതമായി മാറുക. വലനബുലുവന്നക്കും, വിശുദ്ധമായ ഖുർആൻ പറഞ്ഞ, നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ ഇവിടെ സുഖിക്കാൻ വേണ്ടി വന്നവരാണോ? ഇവിടെ രസിക്കാൻ വേണ്ടി? സുഖവും രസവും ഒക്കെ അങ്ങ് സ്വർഗത്തിലാണ്. ഇവിടെ നല്ല പരീക്ഷ ഉണ്ടാകും, കുടുംബത്തിലുണ്ടാകും പ്രശ്നം. ചിലപ്പോൾ ഭർത്താവിൽ നിന്ന് ചില പ്രശ്നങ്ങൾ ഉണ്ടാകും, ചിലപ്പോൾ ഭാര്യയിൽ നിന്ന് ചില പ്രശ്നങ്ങൾ ഉണ്ടാകും, മക്കളിൽ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാകും. ആ സമയത്തെല്ലാം നല്ലതുപോലെ വലനബുലുവന്നക്കും, നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ആ ഒരു ആയത്തിന്റെ അവസാനം പറയുന്നത് വബശ്ശിരി സ്വാബിരീൻ, ക്ഷമിക്കുന്നവർക്ക് നബിയെ സന്തോഷ വാർത്ത അറിയിക്കാനാണ്. ഞാൻ പറയട്ടെ, ഈ ദുന്യാവിന്റെ മുകളിൽ, ഈ ദുന്യാവിന്റെ തൊലിക്ക് മുകളിൽ ജീവിക്കുന്ന എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. മനുഷ്യനാണോ? പ്രശ്നങ്ങൾ ഉണ്ടാകും, പ്രയാസങ്ങൾ ഉണ്ടാകും. അത് പിടിച്ച് ക്ഷമിച്ച് നിൽക്കണം. ക്ഷമിക്കുകയും സഹിക്കുകയും അത് പൊരുത്തപ്പെട്ട് അത് അള്ളാഹുവിലേക്ക് ഭരമേൽപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് ജീവിതം വിജയിക്കുക. അല്ലാതെ എന്ത് പ്രശ്നം വന്നാലും അപ്പൊ തന്നെ ഓടി ആത്മഹത്യ ചെയ്യുന്ന പരിപാടി ചെയ്യാൻ പാടില്ല. അങ്ങനെ ആത്മഹത്യ ചെയ്യണമായിരുന്നെങ്കിൽ നമ്മുടെ മുൻഗാമികളൊക്കെ എത്രയോ ആത്മഹത്യ ചെയ്യണമായിരുന്നോ. മഹതിയായ ആസിയ ബീവി നിങ്ങൾക്കറിയില്ലേ? മഹതിയായ മാഷിത്ത ബീവി അറിയില്ലേ? എത്രയോ കഠിന പ്രശ്നങ്ങളാണ്, പ്രയാസങ്ങളാണ് അവരുടെ കൺമുന്നിൽ അവർ കണ്ടത്. സ്വന്തം ഭർത്താവിൽ നിന്നും ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായി, സങ്കടങ്ങൾ ഉണ്ടായി. ഭർത്താവ് മാത്രമല്ല, ഭർത്താവിന്റെ കിങ്കരന്മാർ, ഫിറഔൻ എന്ന ഭർത്താവും ആ ഭർത്താവിന്റെ കിങ്കരന്മാരും, ക്രൂരന്മാരായ കിങ്കരന്മാരും ഒരുപാട് ഉപദ്രവിച്ചു ആസിയ ബീവിയെ. ഒരുപാട് നമുക്ക് പറഞ്ഞാൽ തീരാത്ത തരത്തിൽ ഒരുപാട് ദേഹോപദ്രവങ്ങൾ നടത്തി, മാനസികമായ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. എന്നിട്ടും അവര് പിടിച്ചു. അവസാനം അവർ ദുആ ചെയ്തത്, പടച്ചോനെ എനിക്ക് സ്വർഗത്തിൽ ഒരു കൊട്ടാരം തരണമെന്നാണ്. അല്ലാഹു തആല സ്വർഗത്തിൽ അവരുടെ കൊട്ടാരം കാണിച്ചു കൊടുത്തിട്ടാണ് അവർ അല്ലാഹു തആല ഈ ദുനിയാവിൽ നിന്നും മരിപ്പിച്ചതെന്നാണ്, ഷഹീദായവര്. അപ്പൊ ആസിയ ബീവിയെ പഠിക്കേണ്ട നമ്മൾ, മാഷിത്ത ബീവിയെ പഠിക്കേണ്ട നമ്മൾ. ആസിയ ബീവിക്ക് എന്താ കിട്ടുന്നത്? സ്വർഗത്തിൽ ഉന്നതമായ കൊട്ടാരമാണ്. മാത്രമല്ല മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയാണ് നാളെ സ്വർഗത്തിൽ. മാഷിത്ത ബീവി റളിയല്ലാഹു തആല അൻഹ തന്റെ മക്കളെ ഓരോന്നോരോന്നായി, തന്റെ ഭർത്താവിനെയും മക്കളെയൊക്കെ ഓരോന്നോരോന്നായി തിളച്ച എണ്ണയിലേക്ക് ഇട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കുന്ന സമയം, അതായത് നമ്മൾ ഈ പഴംപൊരി പൊരിക്കില്ല, അതുപോലെ മക്കളെ ഇങ്ങനെ പൊരിച്ചെടുക്കുകയാണ് ക്രൂരന്മാർ, ഇസ്ലാമിന്റെ ശത്രുക്കൾ. മാഷിത്ത, നീ ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, ഇസ്ലാമിൽ നിന്നും പുറത്താണ് എന്നൊരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി, നിന്നെ വെറുതെ വിടാം. അവർ പറഞ്ഞു ഇല്ല. അതൊരു വലിയ പ്രതിസന്ധിയാണ്. അവർക്ക് വേണമെങ്കിൽ അവർക്ക് ആത്മഹത്യ ചെയ്യാമായിരുന്നു ഇവർക്കൊക്കെ, പക്ഷെ ചെയ്തില്ലല്ലോ. ഞാൻ എന്റെ മുത്തു മുഅ്മിനീങ്ങളോട് പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നം വരും, പ്രയാസം വരും. സത്യം പറഞ്ഞാല് നമ്മുടെ വല്ലുപ്പ വല്ലുമ്മ, നമ്മുടെ വാപ്പ ഉമ്മ, അവരുടെയൊക്കെ ജീവിതം എത്രയോ അസൂയാവാഹമാണ് അല്ലെ? എത്രയോ നമുക്ക് അസൂയ തോന്നും. അവർക്കിടയിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, വലിയ പ്രയാസങ്ങളൊന്നുമില്ല. ചില എന്തെങ്കിലും ഒരു പിണക്കം വന്നാൽ അപ്പൊ തന്നെ അവർ ഇണങ്ങുകയാണ്. നമുക്കോ നമ്മുടെ ജീവിത സാഹചര്യം വേറെയാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അവർ കഴിച്ച പോലെയല്ലല്ലോ നമ്മൾ ഇന്ന് ഭക്ഷണം കഴിക്കുന്നത്. നമ്മുടെ ഭക്ഷണക്രമം തന്നെ തെറ്റി, നമ്മുടെ വസ്ത്രധാരണം തെറ്റി, നമ്മുടെ കാലാവസ്ഥ തെറ്റി, നമ്മുടെ എല്ലാം തെറ്റിയിരിക്കുന്നു. മൊബൈൽ എന്ന് പറയുന്ന ഒരു വസ്തു നമ്മുടെ ഇടയിലേക്ക് വന്നു. അതിൽ ഒരുപാട് നന്മയുണ്ട്, അതിലേറെ ദോഷമുണ്ട്. അത് ഞാൻ തുറന്നു പറയുകയാണ്.
അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോ കാണുന്നതും എല്ലാവരും മിക്ക ആളുകളും മൊബൈലിലൂടെ തന്നെയാണ്. ഒരുപാട് ഗുണങ്ങളുണ്ട്, അതിലേറെ ദോഷമുണ്ട്. ആ ദോഷത്തിൽ പെട്ടതാണ് കുടുംബ ജീവിതം തകരുക. ഈ ഒരു വിഷയത്തിലും അങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഗൾഫിലേക്ക് പോയിട്ട് അയാള് ഫോണിലൂടെ നിരന്തരമായി നിറത്തിന്റെ പേരിൽ, അതുപോലെ ഭാഷ അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മെസ്സേജുകൾ അയച്ച് ഒരുപാട് വിഷമിപ്പിച്ചു എന്നാണ് നമുക്കറിയാൻ പറ്റുന്നത്. അതുകൊണ്ട് എന്ത് വിഷമം വന്നാലും സങ്കടം വന്നാലും എൻ്റെ മുത്തു മുഅ്മിനീങ്ങളോട് പറയാനുള്ളത്, പ്രത്യേകിച്ച് സഹോദരിമാരോട് പറയാനുള്ളത്, പരീക്ഷയ്ക്ക് തോറ്റു, പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു, അല്ലെങ്കിൽ ഭർത്താവ് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വിഷമമുണ്ടാകും, സങ്കടമുണ്ടാകും. അതാർക്കാ ഇല്ലാത്തത്? നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ എന്തെങ്കിലും നമ്മളെ പറ്റി പറഞ്ഞാൽ നമുക്ക് വിഷമമുണ്ടാകും, സങ്കടമുണ്ടാകും. അത് പിടിച്ചു നിൽക്കണം. അവിടെയാണ് നമുക്ക് ഈമാൻ വേണ്ടത്. പലർക്കും ഈ ഒരു വിഷമം കൂടി സങ്കടം കൂടി ചിലപ്പോൾ ഈ ബുദ്ധി മറിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയുണ്ട്. ബുദ്ധി മറിഞ്ഞു പോകും, മാനസിക നില തെറ്റും. അപ്പൊ എന്താണ് ചെയ്യുന്നത്? അത് അല്ലാഹു തആല അവർക്ക് പുറത്തു കൊടുക്കുമെന്നാണ്. അതായത് അവർക്ക് ഇങ്ങനെ വിഷമം, ടെൻഷൻ കൂടി മാനസിക നിലത്തും. സാധാരണ ഒരു മനുഷ്യന്റെ നിലയായിരിക്കില്ല, പെട്ടെന്ന് അവർക്ക് മനസ്സ് മാറിപ്പോകും. അങ്ങനെ മാറിപ്പോയാൽ അവർ ചെയ്യുന്ന ആ ഒരു പ്രവൃത്തി അല്ലാഹു തആല പുറത്തു കൊടുക്കുമെന്നാണ്. അല്ലാഹു തആല ആ ഗണത്തിൽ ഈ സഹോദരിയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെയൊക്കെ ബുദ്ധി മറിഞ്ഞു പോയതാവാം. അങ്ങനെ എത്രയോ നിസ്കരിക്കുന്നു, നോമ്പ് പിടിക്കുന്ന ആളുകൾ പെട്ടെന്ന് ജീവിതത്തിന്റെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അവര് ഇങ്ങനെ പല പ്രവൃത്തികളും ചെയ്തു പോകുന്നവരാണ്. അല്ലാഹു തആല അവർക്കും നമുക്കും ഒക്കെ പുറത്തു തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, സഹോദരിമാരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, ആദ്യം പറയേണ്ടത് പടച്ചോനോടാണ്. ഒരു ദുആ പറയട്ടെ, ഒരു ദിക്ർ പറയട്ടെ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ആ ഒരു ദിക്ർ നമ്മൾ മുറുകെ പിടിക്കുക. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ എന്ന് പറഞ്ഞേ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ആ ദുആ നമ്മൾ മുറുകെ പിടിക്കണം. എന്ത് വിഷമമുണ്ടെങ്കിലും സങ്കടം, ഇപ്പൊ നമ്മുടെ ഭർത്താവിന്റെ വീട്ടിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് നമ്മുടെ സ്വന്തം ഉമ്മയോട് വാപ്പയോട് ഇന്ന് പലരും പറയുന്നില്ല, അത് തന്നെ പ്രശ്നമാണ്. ഇന്ന് ചെറിയ പെൺകുട്ടികളല്ലേ, 19-20 വയസ്സ് അല്ലെ, കല്യാണം കഴിച്ചു പോകുമ്പോൾ അവർക്ക് ചിലപ്പോൾ താങ്ങാൻ പറ്റൂല. സ്വന്തം വീട്ടിൽ ഉമ്മയും വാപ്പയൊക്കെ വളരെയധികം ലാളിച്ച് വളർത്തിയ പൊന്നോമന മോളായിരിക്കും. പക്ഷെ ഭർത്താവിന്റെ വീട്ടിൽ നിങ്ങൾ ഒരു പൊന്നോമന ആയിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ ഭർത്താവിനായിരിക്കും നിങ്ങൾക്ക് പൊന്നോമന, പക്ഷെ ഭർത്താവിന്റെ ഉമ്മക്കും വാപ്പക്കും ചിലപ്പോൾ നിങ്ങൾ കയറി വരുന്ന ഒരു പെണ്ണ് എന്ന നിലയിലായിരിക്കാം ഒരു പക്ഷെ കാണുക. പക്ഷെ അങ്ങനെ കാണാൻ പാടില്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ കാണാൻ പാടില്ല. അപ്പോ ഇങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പോൾ, എന്തെങ്കിലും സങ്കടം വരുമ്പോൾ അത് ഉമ്മയോട് പറയാം. ഉമ്മ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എന്ത് ചെയ്യും എന്ന് വെച്ച് ചെറിയ എന്തെങ്കിലും പ്രശ്നം വന്ന് അപ്പൊ തന്നെ ഉമ്മാനെ വാപ്പാനെ വിളിച്ചു പറയണം. അങ്ങനത്തെ സ്വഭാവം വേണ്ട. നിങ്ങൾക്ക് പറ്റുന്നില്ല, അതായത് ശാരീരികമായ ഉപദ്രവം, മാനസികമായ ഭയങ്കര ടോർച്ചറാണ് എങ്കിൽ നിങ്ങൾക്കത് തുറന്നു പറയണം. അപ്പൊ അതിൻ്റെതായ പരിഹാരം വീട്ടിൽ നിന്ന് ആൾ വന്ന് ഇവരും കൂടി ഇരുന്നിട്ട് നമുക്ക് മഹല്ല് അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ചർച്ച ചെയ്യണമെങ്കിൽ അങ്ങനെ ചർച്ച ചെയ്ത് നമുക്ക് രമ്യമായി ഇത് പരിഹരിക്കണം. അല്ലാതെ അതിങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നിരുന്ന് അവസാനം പൊട്ടിത്തെറിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. പിന്നെ എൻ്റെ പുരുഷന്മാരോട് പറയാനുള്ളത്, നമ്മുടെ ഉമ്മ, നമ്മുടെ ഭാര്യ രണ്ടും നമുക്ക് വേണം. ഉമ്മാനെ വെറുപ്പിക്കാൻ പാടില്ല, ഭാര്യയെ അവരെയും വെറുപ്പിക്കാൻ പാടില്ല. കാരണം നമ്മൾ മഹർ കൊടുത്ത് കെട്ടിക്കൊണ്ടുവന്ന പെണ്ണാണ്, അള്ളാന്റെ പേര് നമ്മൾ കൈപിടിച്ചു കൊണ്ടുവന്ന പെണ്ണാണ്. അപ്പോ ഇന്നിപ്പോ പലരും പ്രശ്നത്തിലാകുന്നത് ഭാര്യ ഉമ്മ അവർക്കിടയിലുള്ള നീതി പാലിക്കാൻ പറ്റുന്നില്ല, അവർ ആരുടെ കൂടെ നിൽക്കണമെന്നറിയില്ല. അങ്ങനെ ഒരുപാട് ചെറുപ്പക്കാർ പ്രശ്നത്തിലായിട്ടുണ്ട്. ഇപ്പൊ എൻ്റെ ഒരു കൂട്ടുകാരൻ, അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു തോന്നലാണ്, അതായത് ഇപ്പോ നമ്മുടെ ചുറ്റുപാടും ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നു, പ്രയാസങ്ങൾ നടക്കുന്നു, ഭാര്യ അമ്മായിയമ്മ പോര് നാത്തൂൻ പോരൊക്കെ നടക്കുന്നത് കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, ഒരു പരീക്ഷണ അർത്ഥത്തിൽ അദ്ദേഹം വിവാഹം കഴിക്കുന്നതിന് 1 വർഷം മുമ്പ് അദ്ദേഹം വേറൊരു വീടെടുത്തിട്ട് അങ്ങോട്ട് താമസം മാറ്റി. ഈ മാറി താമസിക്കുന്ന പലപ്പോഴും ഒരുപക്ഷെ ഖൈറാണെന്ന് തന്നെ പറയാം. പണ്ട് കൂട്ടുകുടുംബം അത് വലിയ സന്തോഷമായിരുന്നു, പക്ഷെ ഇന്ന് കൂട്ടുകുടുംബമായാൽ ഭയങ്കര പ്രശ്നമാണ്. സത്യം പറഞ്ഞാൽ അങ്ങനെ ആ ഒരു സാഹചര്യം കൂടുതൽ പ്രശ്നത്തിലേക്കാണെങ്കിൽ മാറി താമസിക്കലാണ് ഖൈർ. മാറി താമസിക്കുന്ന ഉമ്മാനെ വെറുപ്പിച്ച് വാപ്പാനെ വെറുപ്പിച്ച് പോകണ്ട. ഉമ്മാനോടും വാപ്പാനോടൊക്കെ സ്നേഹമുണ്ട്. അപ്പൊ ഈ കൂട്ടുകാരൻ ചെയ്തത്, ഈ സുഹൃത്ത് ചെയ്തത്, ഒരു കല്യാണത്തിന് മുമ്പ്, വിവാഹത്തിന് മുമ്പ് ഒരു വീടെടുത്തു, അദ്ദേഹം അങ്ങോട്ട് മാറി താമസിച്ചു. അപ്പൊ എല്ലാവരും വീട്ടിലേക്ക് വന്നു, ഉമ്മ വാപ്പ എല്ലാവർക്കും സന്തോഷമാണ്, സഹോദരന്മാർ എല്ലാവരും വരുന്നു കേട്ടോ. കല്യാണം കഴിഞ്ഞിട്ട് ഈ ഒരു വീട്ടിലേക്ക്, ഇദ്ദേഹം മാറി താമസിക്കുന്ന വീട്ടിലേക്ക് കുടുംബവുമായി വന്ന്, ആ ഭാര്യയുമായി വന്ന് താമസിക്കുന്നു. അപ്പോഴും ആർക്കും പ്രശ്നമില്ല. അപ്പൊ ഇതൊക്കെ നമുക്കും പരീക്ഷിക്കാവുന്നതാണ്. എന്ന് വെച്ചാൽ ഉമ്മാനെ വെറുപ്പിച്ച് വാപ്പാനെ വെറുപ്പിച്ച് പോകണമെന്നില്ല. വാപ്പയോട് ഉമ്മയോട് എല്ലാവരോടും കടമയുണ്ട്, കടപ്പാടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ മഹർ കൊടുത്ത് കെട്ടിക്കൊണ്ടുവരുന്ന നമ്മുടെ ഭാര്യ, അവരോടും നമുക്ക് കടമയുണ്ട്, കടപ്പാടുകളുണ്ട്. കുടുംബജീവിതം ശ്രദ്ധിച്ചില്ല എങ്കിൽ
അതൊരു നൂലാണ്, ഏത് സമയം പൊട്ടിപ്പോകാം. പൊട്ടിപ്പോയാൽ പിന്നെ കൂട്ടി ഇണക്കാൻ വലിയ പ്രശ്നമാണ്. കൂട്ടി ഇണക്കിയാലും അതൊരു ഏച്ചുകെട്ടൽ ഉണ്ടാകും, അല്ലെ? അതൊരു ഏച്ചുകെട്ടൽ. ഇപ്പൊ നമ്മളൊരു നൂല്, ആ നൂല് പൊട്ടിപ്പോയാൽ നമ്മൾ കെട്ടിവെച്ചാൽ ചിലപ്പോൾ ബലമുണ്ടാകും, പക്ഷെ അവിടെ ഉണ്ട് എന്ത്, ഇത് പൊട്ടിപ്പോയതാണ്, ഇത് ഇങ്ങനെ കെട്ടിവെച്ചതാണ് എന്നൊരു എന്താണ് ആ ഒരു സിമ്പിൾ, ആ ഒരു അടയാളം അതിലുണ്ടാകും. എന്നതുപോലെ കുടുംബ ബന്ധം, അത് ഭാര്യയോടുള്ള, ഉമ്മയോടുള്ള, വാപ്പയോടുള്ള, ഭർത്താവിനോടുള്ള ബന്ധം അത് ഒരു നൂല് പോലെയാണ്. അത് ഏത് സമയത്തും പൊട്ടിപ്പോവാം. പൊട്ടിപ്പോയാൽ പിന്നെ ചേർത്ത് ഇണക്കാൻ പറ്റും, പക്ഷെ ഇണക്കിയാൽ അതൊരു ഏച്ചുകെട്ടലായി മാറും. അതുകൊണ്ട് നമ്മുടെ ഭാര്യയോട് കടമയുണ്ട് എന്റെ ഭർത്താക്കന്മാരെ, ഭർത്താവിനോട് കടമയുണ്ട് എന്റെ ഭാര്യമാരെ, അതെല്ലാം പരസ്പരം ശ്രദ്ധിക്കുക. പിന്നെ ആത്മഹത്യ, അത് ഇസ്ലാം, പരിശുദ്ധമായ ഇസ്ലാം വളരെ കർക്കശമായി നിരോധിച്ച പരിപാടിയാണ്. എന്ത് വിഷമമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യരുത്. ഭാര്യമാരോട് നല്ല രൂപത്തിൽ പെരുമാറണം. ഇല്ലെങ്കിൽ അസ്സൗജു മുഅദ്ദബുൻ, ഇവിടെ വെച്ച് തന്നെ അല്ലാഹു തആല എണ്ണി കണക്ക് ചോദിക്കും. അപ്പൊ കാര്യങ്ങൾ മനസ്സിലായല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ കുടുംബജീവിതം ഖൈറിലാക്കി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അതിന് എപ്പോഴും സൂറത്തുൽ മുസമ്മിൽ ഓതാൻ നല്ലതാണ്. ഭാര്യ ഓതുക, ഭർത്താവ് ഓതുക, ഓതുമ്പോൾ കുടുംബജീവിതം ഖൈറിലാക്കി തരണേ അല്ലാ എന്ന് മനസ്സിൽ കരുതിയിട്ട് സൂറത്തുൽ മുസമ്മിൽ ഓതൽ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ വിശുദ്ധമായ ഖുർആനിൽ ഒരു ദുആയുണ്ട്, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. കുടുംബ ബന്ധം, കുടുംബജീവിതം, ഭാര്യ ഭർത്താക്കന്മാർ, അല്ലെ, എല്ലാവരോടും കടമകൾ, കടപ്പാടുകളൊക്കെ നമ്മൾ നിർവഹിച്ചു കൊടുത്ത് എല്ലാ കുടുംബജീവിതം സന്തോഷത്തിലാവാനുള്ള ഒരു ദുആയാണ്. ആ ദുആ നമ്മൾ ഒരുപാട് വട്ടം അധികരിപ്പിക്കണം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അപ്പൊ അതുകൊണ്ട് ഏത് സമയത്തും അല്ല എന്നെ നിരീക്ഷിക്കുന്നുണ്ട് എന്നൊരു ബോധ്യം ഭർത്താക്കന്മാർക്കുണ്ടാവണം, ഭാര്യമാർക്കുണ്ടാവണം, ഭർത്താവിന്റെ ഉമ്മക്കും വാപ്പക്കുണ്ടാവണം, ഭാര്യയുടെ ഉമ്മക്കും വാപ്പക്കുണ്ടാവണം, നമുക്കെല്ലാവർക്കും ഉണ്ടാവണം. നമ്മളിവിടെ ചെയ്യുന്ന എന്ത് തോന്നിവാസവും, അള്ളാഹു മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന എന്ത് സംസാരമാണെങ്കിലും, എന്ത് പ്രവൃത്തിയാണ്, അള്ളാഹ് അത് കാണുന്നുണ്ട്. എണ്ണി പടച്ചോൻ ചോദിക്കും, അത് ഉറപ്പാണ്. ആ ഒരു ബോധ്യം നമുക്ക് എല്ലാവർക്കും നല്ലതാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധമായ റജബ് മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിൽ ഖൈറും ബറക്കത്തും റാഹത്തും ഇസ്സത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിപാവനമായ റജബ് മാസത്തിന്റെ 3-ാമത്തെ വെള്ളിയാഴ്ച രാവാണല്ലോ ഇന്ന്. നാളെ വെള്ളിയാഴ്ച പകലാണ്. ഒരുപാട് കണ്ട് ദുആരൊക്കെ നമ്മുടെ ഏത് സമയത്തും പ്രശ്നങ്ങൾ ഉണ്ടാവാം, പ്രയാസങ്ങൾ ഉണ്ടാവാം. ഒരു പ്രശ്നവുമില്ലാതെ, പ്രയാസവുമില്ലാതെ അവസാനം വരെ ഈമാൻ സലാമത്താവണം. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, നിഅമൽ മൗല വ നിഅമൻ നസീർ. ആ ദുആ, ആ ഒരു ദിക്ർ മുറുകെ പിടിക്കണം. അതുപോലെ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ആ ദുആ നമ്മൾ മുറുകെ പിടിക്കണം. സൂറത്തുൽ മുസമ്മിൽ അത് നിത്യമായി ഓതണം. അല്ലാഹു തആല തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആരൊക്കെ എന്തൊക്കെ പ്രശ്നത്തിലുണ്ടോ, പ്രയാസത്തിലുണ്ടോ, ഇതുപോലെ ഒരുപാട് കുടുംബങ്ങളിൽ പല സഹോദരിമാരും പ്രശ്നത്തിലായവരുണ്ടാവാം, സങ്കടത്തിൽ കഴിയുന്നവരുണ്ടാകാം, പുറത്തു പറയാത്തതാണ്. അല്ലാഹു തആല എല്ലാവർക്കും സമാധാനം കൊടുക്കട്ടെ, ശാന്തി കൊടുക്കട്ടെ. പിശാചിന്റെ ദുർബോധനം അത് വരുന്നതിൽ തൊട്ട് റബ്ബ് നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ആരൊക്കെ ദുആരക്കാൻ പറഞ്ഞു എല്ലാവർക്കും വേണ്ടി ദുആരക്കുന്നുണ്ട്. അല്ലാഹു തആല നമ്മളെ എല്ലാവരെയും ഖൈറിന്റെ സലാമത്തിന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.